ഭാഷിണിയുടെ ശബ്ദപരിധിയിൽ ഈ കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് പട്ടണത്തിൽ കടകളിലും റോഡ് സൈഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും വാഹനങ്ങളിലും വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളെ ശ്രമിക്കുന്ന ആദരണീയരും പ്രബുദ്ധരും വിദ്യാസമ്പന്നരുമായ ഈ ദേശനിവാസികൾക്ക് ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങളെ പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു. സർവജന മോക്ഷയാത്ര എന്ന പേരോടുകൂടെ കേരളത്തിലെ 14 ജില്ലകളിലും സഞ്ചരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രവർത്തനമാണ് ചില ദിവസങ്ങളായി കാസർഗോഡിന്റെ അനേക ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ സമയം പടന്നക്കാടുള്ള വിദ്യാസമ്പന്നരായ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ശബ്ദവിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ ഹൃദയപൂർവ്വം ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായിരിക്കുന്ന വിദ്യാസമ്പന്നരായിരിക്കുന്ന സമ്പൂർണ്ണ സാക്ഷരതയുള്ളതായിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ അനുദിനവും മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ, ഭീകര സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറികൾ, സ്ത്രീപീഡനങ്ങൾ, അഴിമതികൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, അങ്ങനെ തുടങ്ങി അനവധി നിരവധി സങ്കീർണങ്ങളായ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2018 മുതൽ നാം പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ജലപ്രളയങ്ങളും മഴക്കെടുതികളും മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രകൃതി ക്ഷോഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് 2019 ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട COVID-19 എന്ന വൈറസ് ഈ കഴിഞ്ഞ ചില മാസങ്ങൾ ലോക്ക്ഡൌണിലൂടെ കടന്നുപോകുകയും കാർഷിക മേഖലകളിലും വ്യവസായ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഗതാഗത മേഖലകളിലും എല്ലാ മേഖലകളിലും തന്നെ മനുഷ്യന് വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയ ഒരു അവസ്ഥയായിരുന്നു എന്ന് നമ്മൾക്കാർക്കും അറിയാത്തതല്ല, നമ്മളെല്ലാവരും അറിയാവുന്നതാണ്. എന്നാൽ ഇന്നും ആ കോവിഡിന്റെ പ്രതിസന്ധികളിൽ നിന്നും കരകയറിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കയറിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ജനിതക മാറ്റം സംഭവിച്ച COVID-19 വൈറസ് ഇന്നും അനേക രാജ്യങ്ങളിൽ നിന്നും ലോക്ക്ഡൌൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗദിയിലും മറ്റ് അനേക രാജ്യങ്ങളിലും ഇന്ന് ലോക്ക്ഡൌൺ നടന്നുകൊണ്ടിരിക്കുന്നു. വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. നമുക്ക് ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് ഇന്നും മനുഷ്യനെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഓരോ ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 5000-ഉം 7000-ഉം ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇത്തരത്തിലുള്ള കോവിഡ് വൈറസിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റ് ആരോഗ്യ വകുപ്പ് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ തക്കവണ്ണം അതിന് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട്. എന്താണ് ബോധവൽക്കരണ ക്ലാസുകൾ? നമ്മൾ മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം, അപ്പോൾ തന്നെ സാനിറ്റൈസിംഗ്, നമ്മുടെ കൈകാലുകൾ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ തുടങ്ങിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതും നമ്മൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ച് പ്രബോധിച്ചു പഠിപ്പിച്ചു വരികയാണ്. എന്നാൽ ഈ സാനിറ്റൈസിംഗ്, സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക്, അതുപോലെയുള്ളതായിരിക്കുന്ന നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയതായ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നുള്ളതായിരിക്കുന്ന ക്ലാസുകൾ മാത്രമേ ആരോഗ്യവകുപ്പിനും നമുക്കൊക്കെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ നമുക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. COVID-19 എന്ന മഹാമാരിക്ക് അല്ലെങ്കിൽ വൈറസിനെ പ്രതിരോധിക്കുവാൻ രോഗപ്രതിരോധ മരുന്ന് വാക്സിനേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതിൽ നമ്മൾ സന്തോഷമുള്ളവരാണ്. പക്ഷെ എന്നിരുന്നാലും ഇന്നും രോഗികളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ബാലൻസുള്ള ധനാഢ്യന്മാര് ഇറ്റലിയിലും അമേരിക്കയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളില് തങ്ങളുടെ കാശുകൾ നിരത്ത് വലിച്ചെറിഞ്ഞ്, അല്ലെങ്കിൽ ഡോക്ടർമാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ പണമെല്ലാം തരാം, പക്ഷെ ഞങ്ങളുടെ ജീവൻ ഒന്ന് രക്ഷിച്ചാൽ മതി. അപ്പോൾ ഡോക്ടർമാർ നിസ്സഹായരായിട്ട്, ആരോഗ്യവകുപ്പ് നിസ്സഹായരായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ കോവിഡ് വൈറസിൽ നിന്നും ഒരിക്കലും രക്ഷിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ടെക്നോളജികൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, കണ്ടുപിടുത്തങ്ങൾ, അതിന്റെ വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയല്ലേ. റോബോട്ട് മനുഷ്യനുകൾ സംസാരിക്കുന്ന, മനുഷ്യന് പകരം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലേക്ക് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ വളർന്നില്ലേ? അതുപോലെ തന്നെ
നമുക്കറിയാം മനുഷ്യന്റെ ഹൃദയം മാറ്റിവെക്കുവാൻ മനുഷ്യൻ കണ്ടുപിടിച്ചു, ചന്ദ്രനിൽ പറന്നു പോകുവാൻ മനുഷ്യൻ കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, ഒരു വിരൽ തുമ്പിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള ആധുനിക ടെക്നോളജികൾ വളർന്നു. പക്ഷേ എന്നിട്ടും ഈ ചെറിയ ഒരു വൈറസ് സോപ്പ് കൊണ്ട് കഴുകിയാൽ, സാനിറ്റൈസിംഗ് ചെയ്താൽ നിർവീര്യമായി പോകുന്ന ഒരു വൈറസിന്റെ മുമ്പിൽ ഇന്ന് നാം മനുഷ്യൻ മുട്ടുമടക്കിയിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ? കോവിഡ് പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. പണമുണ്ടെങ്കിൽ പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിൽ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട്. എന്നാൽ പ്രിയരെ, ഈ കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. പണമുണ്ടെങ്കിലും കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് ഇത് നമ്മളെ പഠിപ്പിച്ചു. നമുക്കറിയാം, ഇന്ന് പണത്തിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തക്കാരെന്നോ മാതാപിതാക്കളെന്നോ സഹോദരി സഹോദരങ്ങളെന്നോ അയൽവാസികളെന്നോ സ്നേഹിതരെന്നോ രക്തബന്ധമെന്നോ നോട്ടമില്ല. പണത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി, കസാരകൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞത്, മനുഷ്യന് പണമുണ്ടെങ്കിൽ 20 നിലയോ 40 നിലയോ നിലയുള്ള കോടികൾ മുടക്കി ബിൽഡിങ്ങുകൾ പണിയാം, AC ബിൽഡിംഗ് റൂമുകളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ആ വീട്ടിൽ കിടന്നുറങ്ങണമെങ്കിൽ മനുഷ്യന് സമാധാനം വേണം. നമ്മുടെ ഈ പടനക്കാടുള്ള കാസർഗോഡുള്ള ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ എവിടെ എത്ര ലക്ഷം കൊടുത്താലും സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പണമുണ്ടെങ്കിൽ ICSEയും CBSE സിലബസിൽ ഈ ഇന്ത്യയിൽ ലഭിക്കുന്ന ഉന്നത സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിക്കാം. നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവർ വായിച്ച് അറിവ് സമ്പാദിക്കാം. പക്ഷെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പണം കൊടുത്താൽ ലഭിക്കത്തില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ മനുഷ്യന് പണം കൊടുത്താൽ ലഭിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ നിത്യ ജീവൻ എന്നുള്ളത്. അതുകൊണ്ട് എന്നെ ഈ പഠനക്കാരിൽ ശ്രദ്ധിക്കുന്ന എന്റെ സഹോദരി സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം എന്നുള്ളതിനെ കുറിച്ച് മനുഷ്യനൊരു മൂല്യമുള്ളവനാണ്. മനുഷ്യൻ, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ മറ്റു സൃഷ്ടികളിൽ നിന്നും ഒരു പ്രത്യേകത ഈ ദുനിയാവിൽ, ഈ ഉലകത്തിൽ, ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ സർവശക്തനായ ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ മറ്റു സൃഷ്ടികളിൽ നിന്നും കൂടുതൽ സ്നേഹിക്കുന്നു. കഴിവുകൾ ദൈവം നമുക്ക് തന്നു. നമുക്ക് ചിരിക്കുവാനുള്ള കഴിവുണ്ട്, സംസാരിക്കുവാനുള്ള കഴിവുണ്ട്, ആശയവിനിമയത്തിനുള്ള കഴിവുണ്ട്, കരയുവാനുള്ള കഴിവുണ്ട്, നമുക്ക് സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്, ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്. നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. മനുഷ്യന് ദൈവം മറ്റു മൃഗങ്ങൾക്ക് കൊടുക്കാത്ത, സൃഷ്ടിജാലങ്ങൾക്ക് കൊടുക്കാത്ത പ്രത്യേകമായ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: മനുഷ്യനെ ദൈവം നേരിയുള്ളവനായി സൃഷ്ടിച്ചു, അവൻ അനേക സൂത്രങ്ങളെ ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കൊടുത്ത ബുദ്ധി, ദൈവം കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യൻ അനേകം സൂത്രങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെ? കൃത്രിമ മാർഗം ഉപയോഗിച്ച് 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് 5 ലിറ്ററാക്കി മാറ്റുന്നു, അല്ലെ? 21 ദിവസം പൊരുന്നയിരുന്ന് വിരിയേണ്ട കോഴിക്കുഞ്ഞുങ്ങൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് 50ഉം 100ഉം ഒക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ വിരിയുന്നു. എന്തെല്ലാം അത് കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ കണ്ടുപിടുത്തു. അത് അധികാരത്തിനും കസേരകൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി മനുഷ്യൻ സൂത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പണം സമ്പാദിക്കുവാനായിട്ട് മനുഷ്യൻ സൂത്രങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവജനത്തിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ട് എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കാത്ത ഒരു മനുഷ്യനെയും നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണത്തില്ല. ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങൾ ഈ കാസർഗോഡിന്റെ അടുത്ത ഒരു ഗ്രാമത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ദൈവത്തിന് എന്തുകൊണ്ട് അത് സാധിക്കാതിരിക്കുന്നു? പ്രിയരെ, ആ ദൈവത്തിന്റെ കരുണയാണ് ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുന്നത് തന്നെ. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വേദവാക്യം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഇന്നേക്ക് 2700 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായ ഐശയ്യാ പ്രവാചകൻ, ഒരു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്നൊരു പുസ്തകം തന്നെ
ബൈബിളിലുണ്ട്. അവിടെ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ എന്റെ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ COVID-19 എന്നുള്ളത് ഒരു ചെറിയ സംഭവം മാത്രമാണ്. മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മത്സരമാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്, ദൈവത്തിൽ നിന്നും അനുസരണക്കേടാണ്, മനുഷ്യന്റെ പാപമാണ്, മനുഷ്യന്റെ അകൃത്യങ്ങളാണ്, അത് മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മനുഷ്യന്റെ അകൃത്യ ഭാരം ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നില്ല, മനുഷ്യനാൽ ഭൂമി മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമി മനുഷ്യനാൽ ശപിക്കപ്പെടുന്നു, മനുഷ്യനാൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ മലിനത നിമിത്തം, മനുഷ്യന്റെ അകൃത്യം നിമിത്തം ഭൂമി ശാപഗ്രസ്തമാകുന്നു. അതിന് താങ്ങാൻ കഴിയുന്നില്ല. അത് കിടുകിട കിടുങ്ങുന്നു, കിറുകിറ കീറുന്നു, പൊടുപുട പൊട്ടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടി ഉലയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അപ്പൊ ഈ കാണുന്ന പ്രതിസന്ധികൾക്കൊക്കെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ, സമുദ്രത്തിന്റെ വ്യതിയാനങ്ങൾ, ഈ കാലാവസ്ഥയുടെ പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണം മനുഷ്യന്റെ അകൃത്യങ്ങളാണ്, മനുഷ്യന്റെ പാപമാണ്. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ മറ്റുള്ള സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ദൈവം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാ? ദൈവത്തിനു വേണ്ടി മനുഷ്യൻ ജീവിക്കുവാൻ വേണ്ടിയാ. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ പാപിയായി തീരുന്നു. പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പല മാർഗങ്ങൾ മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ കണ്ടെത്തുന്നു. പക്ഷേ മനുഷ്യൻ കണ്ടെത്തുന്ന സകല മാർഗങ്ങളും മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ പര്യാപ്തമല്ലാതെ വീണ്ടും പാപത്തിന്റെ പടുകുഴിയിലേക്ക് അത് വീണു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ എന്താണ് ഒരു മാർഗം? മനുഷ്യൻ കണ്ടുപിടിച്ച യാതൊരു കണ്ടുപിടുത്തങ്ങൾക്കും മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? വിദ്യാഭ്യാസത്തിന് കഴിയുമോ? വിദ്യാഭ്യാസം അറിവ് കൊണ്ടുവരും. പക്ഷെ പാപത്തിൽ നിന്നും മനുഷ്യന് വിമോചനം നൽകുന്ന, ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്ന ഒരു മരുന്നുകളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹിതരെ, നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ അഴുക്ക് പറ്റിയ നമ്മുടെ ഈ കടയിലുള്ള സോപ്പ് വാങ്ങിച്ച് നമുക്ക് കഴുകി ശുദ്ധീകരിക്കാം. പക്ഷെ വസ്ത്രത്തിലും ശരീരത്തിലും മാത്രമാണോ അഴുക്ക് പറ്റി പിടിക്കുന്നത്? അത് പാപമെന്ന കറ മനുഷ്യന്റെ അന്തരാത്മാവിൽ, ഹൃദയത്തിൽ പറ്റിപ്പിടിക്കുന്ന, അന്തരാത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപമെന്ന കറ കഴുകിക്കളയുന്ന ഒരു മരുന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ പീനൽ കോഡുണ്ട്. ഇന്ത്യയിൽ സുപ്രീം കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള അനേക കോടതികളുണ്ട്. അവിടെ ജഡ്ജിമാരുണ്ട്. DGP മുതൽ കോൺസ്റ്റബിൾ വരെയുള്ള പോലീസ് സേനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ പോലീസ് അധികാരികൾ കുറ്റവാളികളെ പിടിക്കുന്നു, ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുന്നു. ജഡ്ജി കുറ്റവാളികൾക്ക് കുറ്റകൃത്യത്തിനൊത്തവണ്ണം ശിക്ഷ വിധിക്കുന്നു. യാഥാർത്ഥ്യമാണ്. അവർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു. യാഥാർത്ഥ്യമാണ്. 3 വർഷവും 7 വർഷവും 12 വർഷവും ഒക്കെ കുറ്റകൃത്യത്തിനനുസരിച്ചുള്ള ശിക്ഷ അനുഭവിച്ച് പുറത്തു വരുന്ന ഒരു കുറ്റവാളി സമാന്തരമായ കുറ്റം ചെയ്യുന്നില്ലേ? പിടിച്ചുപറിക്കാരൻ ശിക്ഷാവിധിയുടെ കാലഘട്ടം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെയും പോക്കറ്റടിക്കാൻ പോകുന്നില്ലേ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട മനുഷ്യൻ കുറ്റകൃത്യത്തിന്റെ ശിക്ഷാവിധിയുടെ കാലഘട്ടം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെയും സമാന്തരമായ കുറ്റം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നോക്കൂ, ജയിലറയുടെ ഇരുട്ടറയ്ക്കുള്ളിൽ അടിച്ച് അമർത്തിയത് കൊണ്ടോ, ദൈവത്തിന്റെ കരാളരസത്തിൽ പിടിച്ചതുകൊണ്ടോ, 3-ാം മുറിയുടെ ചോദ്യം ചെയ്യലുകൾ കൊണ്ടോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ 14 ജില്ലകളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് നൂറുകണക്കിന് വ്യക്തികളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ഇരുട്ടറയ്ക്കുള്ളിൽ അടച്ചിട്ടതുകൊണ്ടും ശിക്ഷയുടെ കാലാവധി ശിക്ഷിക്കപ്പെട്ടതുകൊണ്ടും പാപത്തിൽ നിന്നും മനുഷ്യന് പൂർണ്ണമായി മോചനം ലഭിക്കാൻ കഴിയുന്നില്ല. സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഇന്ത്യൻ പീലക്കോഡിനെ അവർ ചെയ്ത ശിക്ഷയ്ക്ക് തക്കവണ്ണം, തെറ്റിന് തക്കവണ്ണം ശിക്ഷിക്കാനേ കഴിയത്തുള്ളൂ. എന്നാൽ
ആ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയുടെ മാർഗമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകമില്ലെങ്കിൽ, എന്റെ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ വാഹനത്തിന്റെ അടുത്തേക്ക് വന്നാൽ ഒരു പൈസ പോലും മുടക്കില്ലാതെ ഈ പുസ്തകം ഞങ്ങൾ തരും. അതിനകത്ത് എബ്രായ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. അതിലെ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചന വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം മഹിമയുടെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനിടയായി തീർന്നു. അതെങ്ങനെയാ വരുത്തിയത്? യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗം അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ലോകത്തിൽ അനേകം മരണങ്ങൾ, ജനിക്കപ്പെട്ട സകല മനുഷ്യരും മരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പണ്ഡിതനോ പാമരനോ ദരിദ്രനോ ധനവാനോ കൊട്ടാരമോ കുടിലോ ആണോ പെണ്ണോ കറുത്തവനോ വെളുത്തവനോ ഏത് മനുഷ്യനും, ജനിച്ച മനുഷ്യൻ മരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ യേശുവിന്റെ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്തായിരുന്നു യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത? യേശുവിനെ ആരെങ്കിലും പോകുവാണോ? 2020 വർഷത്തിന് മുമ്പ് യേശുവിന്റെ കാൽവരി യാഗം നാം വേദപുസ്തകത്തിലേക്കൊന്ന് പരതി നോക്കിയാൽ യേശുവിനെ ചെമ്മട്ടി കൊണ്ട് മാറി മാറി അടിച്ചു. യേശുവിന്റെ പുറം ഉൾവച്ചാൽ പോലെ കീറി, യേശുവിന്റെ തലയിൽ മുൾക്കിടം അടിച്ചിറക്കി, യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി, യേശുവിന്റെ കൈകളിലും കാലിലും മാറിൽ അടിച്ചിറക്കി. എന്തിനു വേണ്ടിയാണ്? യേശു ചെയ്ത തെറ്റെന്തായിരുന്നു? യേശുവിൽ പാപമില്ലെന്ന് കോടതി വെളിപ്പെടുത്തി. അന്ന് വിവിധ കോടതികളിൽ പല പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും അന്ന് വിസ്തരിച്ച പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞില്ലേ: ഇവൻ നീതിമാനാണ്, മരണകരമായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്യാത്ത യേശു പിന്നെ എന്തിനാണ് ശിക്ഷിക്കപ്പെട്ടത്? ഒരു കൊടും പാപിയെ പോലെ അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ശിക്ഷയായിരിക്കുന്ന ആ ക്രൂശു മരണം ഏറ്റെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ കേരളത്തിലെ പ്രശസ്തമായ പുസ്തകശാലയിൽ പോയി ഏത് വ്യക്തി എഴുതി പുസ്തകം നമ്മൾ എടുത്ത് പരതി നോക്കിയാലും അതിന്റെ ഉത്തരം നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. എന്നാൽ അതിന്റെ ഉത്തരം വിശുദ്ധ വേദപുസ്തകത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു: അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുക